2019 ഫെബ്രുവരി 17 കല്യാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടത്. ആ കേസിൽ ആണ് ഇപ്പോൾ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചന, കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കും എന്നുകൂടി കോടതി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. CPIM പെരിയ ഏരിയ സെക്രട്ടറിയായിരുന്ന പീതാംബരൻ 1-ാം പ്രതിയായിട്ടുള്ള കേസിൽ നിരവധി പ്രാദേശിക നേതാക്കളും ഉൾപ്പെട്ടിരുന്നു. 6 നേതാക്കൾ, അതായത് ഇപ്പോൾ 14 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ അതിൽ 6 പേർ CPIMുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോ CPIMന്റെ നേതാക്കളോ ആണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം മുൻ MLA കൂടി ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. 2-ാം പ്രതി സജി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി എന്നതായിരുന്നു കുഞ്ഞിരാമന് എതിരായ കുറ്റം. ആ കുറ്റമടക്കം നിലനിൽക്കുന്നു എന്നാണ് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ജനുവരി 3 ആണ് പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുക. അതായത് അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും ഇത് സംബന്ധിച്ച വിധി പ്രസ്താവം ഉണ്ടാവുക. 14 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ ഇതിൽ ഈ 14 പ്രതികൾക്കെതിരെ എന്ത് ശിക്ഷ എന്നത് ജനുവരി 3 ആണ് അറിയാൻ സാധിക്കുക. 2019 ഫെബ്രുവരി 17 നടന്ന ഈ ഇരട്ടക്കൊലയിൽ നേരത്തെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു, ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിരുന്നു. പിന്നീട് കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് CBI ഏറ്റെടുത്തത്. CBI അന്വേഷണത്തിൽ ആണ് 24ആയി പ്രതിപട്ടികയിലെ എണ്ണം മാറിയത്. നേരത്തെ 14 പേർ കുറ്റക്കാർ അല്ലെങ്കിൽ 14 പേർ ആണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് അത് 24ആയി മാറിയിരിക്കുന്നു. അതിൽ 14 പേർ കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, 3-ാം തീയതി ജനുവരി 3 പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക. അവസാനമായി, അതായത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനു ശേഷം പ്രതികൾക്ക് പറയാനുള്ളതും കോടതി കേൾക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് വിധിയിൽ തൃപ്തരല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പീൽ നൽകുമെന്ന് കുടുംബാംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അഭിലാഷ്, 24 പ്രതികളുള്ളതിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 10 പേരെയാണ് കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഈ 10 പേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ കോൺഗ്രസിലും അതോടൊപ്പം തന്നെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന് വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കോടതിയെ അപ്പീൽ സമർപ്പിക്കുമെന്നാണ്, മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അഭിഭാഷകനെയും മറ്റ് കാര്യങ്ങളൊക്കെ നിയമവശങ്ങളെല്ലാം പരിശോധിച്ച ശേഷം കോടതിയെ സമീപിക്കും, അപ്പീലിന് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ 10 പേരും തങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ട്. അവരെ കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് പാർട്ടി കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കുടുംബത്തിനുമുള്ളത്. അതുകൊണ്ടാണ് ഇവർ അപ്പീലിന് പോകുമെന്ന് പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ പ്രതികളെ പുറത്തിറക്കും. ഞാൻ ഇപ്പോൾ കോടതി മുന്നിലാണുള്ളത്. CBI കോടതിക്ക് മുന്നിലാണ്. ഇവിടെ നിന്നായിരുന്നു വിധി പ്രസ്താവിച്ചത്. ഈ വിധി പ്രസ്താവിച്ചതിന് ശേഷം ഈ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം വളരെ വൈകാരികമായിട്ടുള്ള നടപടികളായിരുന്നു കോടതിക്കുള്ളിൽ നിന്നും പ്രതികളുടെ ഭാഗത്തു നിന്നുമുണ്ടത്. പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായിരുന്നു പല പ്രതികളുടെയും ഭാഗത്തു നിന്നും വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 8-ാം പ്രതിയായ അശ്വിൻ പറഞ്ഞത് തന്റെ 18-ാം വയസ്സിലാണ് താൻ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കയറിയത്. ജയിലിൽ കഴിയുന്നത് കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളുണ്ട്, പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്, ഒപ്പം ഈ പട്ടാളക്കാരനാകണമെന്നായിരുന്നു തന്റെ ആഗ്രഹം, ഡിഗ്രിക്ക് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. വീട്ടുകാരെ കണ്ടിട്ട് 6 വർഷമായി. അങ്ങനെ പല കാര്യങ്ങളും ഈ 8-ാം പ്രതി പറയുന്നുണ്ട്. പക്ഷേ 14-ാം പ്രതി പ്രതികൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നിയമത്തിന് മുന്നിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുമ്പോൾ കോടതിക്ക് അതൊന്നും പലപ്പോഴും പ്രതികരിക്കാൻ അല്ലെങ്കിൽ കാരണമായി എടുക്കാൻ സാധിക്കില്ല. കാരണം ഈ കൊല്ലപ്പെട്ടവരും 2 യുവാക്കൾ ആയിരുന്നു, ശരത് ലാലും കൃപേഷും. അവരെക്കുറിച്ചും ആ കുടുംബത്തിന് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അവർക്കും അതുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.